ഹലോ ഫ്രാൻസ് വോയിസസ് സൗണ്ടിന്റെ പുതിയ ഒരു ബ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. സോ നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കണ്ടു കാണുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മൾ ഒരു പാർട്ട് 1 ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് നല്ല ആപ്സിന്റെ ഒരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഡോക്യുമെന്റ്സ് ഒക്കെ സ്കാൻ ചെയ്യാനായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ആപ്പാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ പാർട്ട് കാണാത്തവർക്ക് വേണ്ടി ഞാനത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അതിന്റെ ലിങ്ക് നിങ്ങൾ അതൊന്ന് കണ്ടു നോക്കുക ഈ വീഡിയോ കണ്ടതിന് ശേഷം. അപ്പോൾ നമുക്ക് ആ ആപ്പിന്റെ റിവ്യൂലോട്ട് പോകാം. സോ നമ്മളിപ്പോൾ ആപ്പിൻ്റെ ഇൻ്റർഫേസിലാണ് നിൽക്കുന്നത്. നമ്മൾ ഡോക്യുമെൻറ്റ്സ് ഒക്കെ സ്കാൻ ചെയ്യാൻ പറ്റിയ ഒരു ആപ്പാണിത്. ഇതിപ്പോൾ അഡോബ് സ്കാൻ എന്ന് പറയുന്ന ഒരെണ്ണമാണ്. അത് ഒരുപാട് പേരും യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ്. നമ്മൾ ആദ്യം പ്ലേ സ്റ്റോറിൽ നിന്നും ഇത് അഡോബ് സ്കാൻ സെർച്ച് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യണം. ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ആദ്യം ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലാണ് വരുന്നത്. ആദ്യം നമുക്കൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. 3 ഓപ്ഷൻസ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഒന്നുകിൽ നമുക്ക് ഗൂഗിൾ വെച്ച് സൈൻ ഇൻ ചെയ്യാം, അല്ലെങ്കിൽ ഫേസ്ബുക്ക് വെച്ച്, അല്ലെങ്കിൽ ആപ്പിളിൻ്റെ ഫോണാണെങ്കിൽ ആ അക്കൗണ്ട് വെച്ചിട്ട്. പക്ഷേ ഏറ്റവും നല്ലത് എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ പുതിയതായിട്ട് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും. മിക്ക ആപ്ലിക്കേഷൻസും നമ്മൾ എടുക്കുമ്പോൾ അതിലിങ്ങനെ ഒരു ഓപ്ഷൻ കാണും. അതായിരിക്കും ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് സൈൻ ഇൻ ചെയ്യുമ്പോൾ വേണ്ടതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷനാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അത് ചോദിക്കുന്നുണ്ട് ന്യൂ യൂസർ അല്ലെങ്കിൽ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എടുക്കുക. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഒരു ഇമെയിൽ അഡ്രസ്സ് കൊടുക്കണം. പിന്നെ നമ്മൾ ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, പിന്നെ ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്തും കൊടുത്തിട്ട് നമ്മൾ ക്രിയേറ്റ് അക്കൗണ്ട് ഓപ്ഷൻ വെക്കേണ്ടത്. അപ്പോൾ ഏതെങ്കിലും ഒരു മെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ നമുക്കിതിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എനിക്കിതിൽ ആൾറെഡി ഒരു അക്കൗണ്ട് ഉള്ളതാണ്. ഞാനൊരു കാര്യം ചെയ്യാം, ഞാനൊന്ന് സൈൻ ഇൻ ചെയ്തിട്ട് ബാക്കി വീഡിയോ കാണിക്കാം. അപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ അഡോബിൽ എനിക്കുള്ള ഒരു അക്കൗണ്ടിലോട്ട് ഞാൻ സൈൻ ഇൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒരു വട്ടം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഏത് ഡിവൈസിലോ ഏതിൽ വേണമെങ്കിലും നമുക്ക് ആ ഒരു അക്കൗണ്ട് വെച്ച് സൈൻ ഇൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ആദ്യം വെൽക്കം ടു അഡോബ് സ്കാൻ എന്ന് പറഞ്ഞ ഓപ്ഷൻസ് ആണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ലെറ്റ്സ് ഗോ എന്ന് കൊടുക്കാം. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ഡോക്യുമെൻറ്റ്സ് ഒക്കെ സ്കാൻ ചെയ്യാനാണ്. അപ്പം ക്യാമറയുടെ ഒക്കെ പെർമിഷൻസ് കൊടുക്കണം. ഫസ്റ്റ് ടൈം ആയതുകൊണ്ടാണ് നമുക്കിങ്ങനെ കുറേ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ അവർ കാണിക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാനായിട്ട് ഞാൻ ഇതിനകത്ത് ഒരു ഡോക്യുമെൻറ്റ് സ്കാൻ ചെയ്ത് കാണിക്കാം. സോ നമ്മൾ ഫോട്ടോ എടുത്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ക്രോപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ വരും. ഇപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ക്ലിയർ ആവുമെന്ന് എനിക്ക് അറിയില്ല. കാര്യം നമ്മൾ 2 ഫോൺ ഒരേ സമയം ഹാൻഡിൽ ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊന്ന് കണ്ടിന്യൂ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് നമ്മുടെ ആ ഒരു ഡോക്യുമെൻറ്റ് സ്കാൻ ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ക്രോപ്പ് ചെയ്യാൻ ഓപ്ഷനുണ്ട്, റൊട്ടേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അങ്ങനെ എല്ലാ ഓപ്ഷനും ഉണ്ട്. ഇപ്പോൾ നമുക്കൊന്ന് റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ ചെയ്യാം, പിന്നെ ഒന്നും കൂടി ക്രോപ്പ് ചെയ്യണമെങ്കിൽ ചെയ്യാം. അങ്ങനെ എല്ലാ ഓപ്ഷനും ഇതിനകത്തുണ്ട്. അതൊക്കെ സിമ്പിളായിട്ട് നമ്മൾ സാധാരണ ഏതെങ്കിലും ഒരു സ്കാനർ യൂസ് ചെയ്തിട്ടുള്ളവർക്ക് അറിയാം. അപ്പം എന്തായാലും നമ്മളെല്ലാം ഓക്കെ കഴിഞ്ഞ് നമുക്ക് ഈ അഡ്ജസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുമ്പോഴത്തേക്കും ടിക്ക് മാർക്ക് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും അത് സേവ് ആവുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് PDF ആയിട്ട് സേവ് ചെയ്യണം, എന്തെങ്കിലും നെയിം കൊടുക്കണമെങ്കിൽ നമുക്ക് കൊടുക്കാം. പിന്നീട് അതിനുശേഷം നമുക്ക് സേവ് PDF എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഇവിടെ വെയിറ്റിംഗ് ഫോർ അപ്ലോഡ് എന്ന് കിടപ്പുണ്ട്. സോ ഇപ്പോൾ നമ്മൾ എടുത്ത സ്കാൻ ചെയ്ത ഒരു ഡോക്യുമെൻ്റ് അത് അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് ക്ലൗഡിലോട്ട്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു, ഞാൻ നേരത്തെ ഒരു അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു അക്കൗണ്ടിൽ വെച്ച് ഞാനെടുത്ത് ഒരു സാമ്പിളായിട്ട് ചെക്ക് ചെയ്ത കുറച്ച് ഫയൽസും കൊണ്ട് അത് ആൾറെഡി ഇതിലോട്ടും കൂടി വരും. അങ്ങനെ ഒരു പ്രയോജനമുണ്ട്. അപ്പോൾ നമുക്ക് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്താൽ നമുക്ക് വേറെ ഏത് ഡിവൈസിൽ സൈൻ ഇൻ ചെയ്താലും അതിലും കൂടി വരുന്നതായിരിക്കും. സോ വീഡിയോ നിങ്ങൾ ഫുള്ളായി കണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി തോന്നുന്നെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓളും എനേബിൾ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കാരണം നമുക്ക് കമൻറ്റ് നോക്കുമ്പോഴാണ് നമുക്ക് ഇനി പുതിയ വീഡിയോ ചെയ്യണം അല്ലെങ്കിൽ എന്തൊക്കെ നമുക്ക് മാറ്റങ്ങൾ വരുത്തണമെന്നൊക്കെ. അപ്പം തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലോടൊക്കെ ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്തൊരു ബ്ലോഗ് കാണാം. അതുവരെ എല്ലാവരും സേഫായിട്ടിരിക്കുക.